നല്ല ചൂടപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു മുട്ട മപ്പാസാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തോട്ട് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. അടുത്തത് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് ഒരു 6 ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ലെവൽ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാളയൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഉരുളൻകിഴങ്ങാണ് എടുത്തേക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനകത്ത് 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ആ ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. ഇപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിനകത്ത് 1 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇനി നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ എടുക്കുന്നത് 7 മുട്ടയാണ് എടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ മുട്ടയൊന്ന് ഇട്ടിട്ട് മൂടി വെച്ച് ഒരു 2 മിനിറ്റ്. ഇനി നമുക്കിതാ മുട്ട ആ മസാലയായിട്ടൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഈ ഫസ്റ്റ് തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കറി തിളയ്ക്കാൻ പാടില്ല. തിളയ്ക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി. ഇനി നമുക്കിതാ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാമേ. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് മേളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദാ നമ്മുടെ മുട്ട മപ്പാസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കാൻ പോകുന്നത് ചപ്പാത്തിയും കൂട്ടിയാണ് കേട്ടോ. അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.